പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മുല്ലങ്ങ റഹീം കൊടുങ്ങല്ലൂരാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓൺലൈനിൽ വന്നിരിക്കുന്നത്. കാരണം പ്രിയ സഹോദരങ്ങളെ, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും, ലക്ഷത്തിൽ പരം തൊഴിലാളികൾ മാനസികമായും ശാരീരികമായും ആത്മഹത്യയുടെ വക്കിലാണ്. കാരണം കടലിൽ ഒരു കപ്പൽ മുങ്ങി കണ്ടെയ്നറിൽ നിന്നും വിഷവസ്തുക്കൾ പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്ന കംപ്ലൈൻറ്റ്. അതിൻ്റെ പേരിൽ ഒരാൾ പോലും മീൻ വാങ്ങിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കണ്ടെയ്നറിൽ നിന്നും കിട്ടിയ വസ്തുക്കൾ, കുറേ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കുറേ വസ്ത്രങ്ങളാണ് പല സ്ഥലത്തു നിന്നും കിട്ടിയതെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കപ്പൽ മുങ്ങിയിട്ട് ഒരു ചാള പോലും ചത്തുപൊന്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ ഇത് നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറി വിഷാംശമാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം വിഷാംശമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴി, എല്ലാ സാധനവും വിഷാംശമാണ്. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ മീൻ എന്ന് പറയുന്ന മത്സ്യം ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ ഈ കപ്പൽ മുങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മത്സ്യം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സഹോദരനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മത്സ്യത്തൊഴിലാളികളെ ഒരു കാരണവശാലും ആത്മഹത്യയുടെ വക്കിലേക്ക് വലിച്ചിഴക്കരുത്. അവരുടെ കുടുംബങ്ങളും കുട്ടികളും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും സഹോദരന്മാരും എല്ലാവരും മാനസികമായിട്ടുള്ള ദുഃഖത്തിലും പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവരും മീൻ വാങ്ങി കഴിക്കണം എന്ന് ഒരിക്കൽ കൂടി മുല്ലങ്ങ റഹീം കൊടുങ്ങല്ലൂർ അഭ്യർത്ഥിക്കുകയാണ്. വിഷം മേടിച്ച് കഴിക്കാനോ നിങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കാനോ അല്ല ഞാൻ ശ്രമിക്കുന്നത്. ഒരു വിഷവുമില്ല, ഒന്നുമില്ല. ഒരു ചാള പോലും ചത്തുപൊന്തിയിട്ടില്ല. നിങ്ങൾ ധൈര്യപ്പെട്ട് മീൻ മേടിച്ച് കഴിച്ചോളൂ. ഞാൻ മുല്ലങ്ങ റഹീം കൊടുങ്ങല്ലൂർ. നന്ദി, നമസ്കാരം.